അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. സ്ഥിരമായി രാഷ്ട്രീയ വീഡിയോ ചെയ്യുന്ന ഞാൻ ഇതൊരു രാഷ്ട്രീയ വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത്. എന്നാൽ ഇതിൽ കുറച്ച് രാഷ്ട്രീയവും ഉണ്ട്. ആദ്യം തന്നെ പറയട്ടെ, രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിച്ചേരാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയവും മതവും കൂട്ടിച്ചേർത്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മതപണ്ഡിതന്മാരായ അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ്, സിറാജുദ്ദീൻ കാസമി ഉസ്താദ്, ചിറയൻകീഴ് നൌഷാദ് ബാക്കവി ഉസ്താദ്, അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെ ഉള്ള മതപണ്ഡിതന്മാരോടാണ്. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യുകയല്ല, നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എൻ്റെ ചില സംശയങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതൊരു വിമർശനവുമായിട്ട് നിങ്ങൾ എടുക്കരുത്. എൻ്റെ വാക്കുകൾ എന്തെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ സ്നേഹപൂർവ്വം ആദ്യം ഞാൻ നിങ്ങളോട് ക്ഷമയും ചോദിക്കുന്നു. ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തെ പല രീതിയിലും കളങ്കപ്പെടുത്തുന്നത് പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അബ്ദുൽ സമദ് സമദാനി എന്ന് പറയുന്ന മതപ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണ വേദികളിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, പ്രവാചകന്റെ സുന്നത്തുകളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാണ്, സ്ത്രീകൾ പെരുവഴിയിലിറങ്ങി റാലി നടത്താൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല, കൊടി പിടിക്കാൻ പാടില്ല, റോട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇതെല്ലാം ചെയ്യാറുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നാനാജാതി മതസ്ഥരും അവരിഷ്ടപ്പെടുന്ന അവരുടെ സ്ഥാനാർത്ഥികളെ, അവരുടെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സ്വീകരിക്കാറുണ്ട്, സ്വീകരണം കൊടുക്കാറുണ്ട്, മാല കൊടുക്കാറുണ്ട്, ഷാൾ അണിയിക്കാറുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ ആ സ്വാതന്ത്ര്യമുണ്ട്, അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ദീനിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സമുദായത്തിലെ 3-4 ജില്ലകളിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്ത്രീകൾക്ക് എന്തും ചെയ്യാം, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് എന്തും ചെയ്യാം, കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്താൽ മതി, നിങ്ങൾ സ്വർഗത്തിലാണ്, ലീഗ് അള്ളാഹുവിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച്, ലീഗിൻ്റെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച്, പാണക്കാട് കുടുംബത്തിനെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞ് പറ്റിച്ച് പോകുമ്പോൾ അതിനെ ആ തെറ്റാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും കൂടി നിങ്ങൾക്കുണ്ട്. ഞാനിത് പറയാൻ കാരണം, യതീം മക്കളുടെ സ്വത്ത് അപഹരിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന കമറുച്ച, പാലാരിവട്ടം പാലത്തിൽ അഴിമതി നടത്തി ജനങ്ങളുടെ നികുതി പണം ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ഇബ്രാഹിം കുഞ്ഞ്, നിരവധി പ്രകൃതി വിരുദ്ധ പീഡനങ്ങളിൽ ജയിലിൽ കിടക്കുകയും കേസ് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ലീഗ് നേതാക്കൾ, പീഡനങ്ങൾ നടത്തിയിട്ടുള്ള ലീഗ് നേതാക്കൾ, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റികളിൽ നിന്നും കോടികൾ കൈയിട്ട് വാരിയ ലീഗ് നേതാക്കൾ, ഇവരെ എല്ലാം നയിച്ച് നേതൃസ്ഥാനത്തിരിക്കുന്ന പാണക്കാട് കുടുംബം എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നത്? അങ്ങനെയുള്ളവരെ പിൻപറ്റിയാൽ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? എൻ്റെ കരളിൻ്റെ കഷണമാണ് എൻ്റെ മകൾ ഫാത്തിമ, ആ മകൾ കട്ടാലും ആ മകളുടെ കൈ ഞാൻ വെട്ടുമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പം പ്രവാചകൻ്റെ മകൾക്ക് പോലും ഇല്ലാത്ത ഒരു ഇത് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഉണ്ടാകുന്നത്? നിങ്ങൾ മതപ്രഭാഷണ വേദികളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, പച്ച മണ്ണിൽ നിന്നും എന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾക്ക് പേടിയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? കള്ള് കുടിക്കരുത്, വിഭജിക്കരുത്, ഹറാമുകൾ ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച്, സ്ത്രീകളുടെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച്, സ്ത്രീകളുടെ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ സ്ത്രീകളുടെ പോക്കുകളെക്കുറിച്ചുമൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ കടമയാണ്, അത് നിങ്ങളുടെ കർത്തവ്യമാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിനെ, പ്രവാചകന്റെ സുന്നത്തുകളെ ആരെങ്കിലും വളച്ചൊടിച്ചാൽ അത് ഇസ്ലാമിൻ്റെ ആശയങ്ങളല്ല, ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കില്ലേ എന്ന് വളരെ ബഹുമാനപൂർവ്വമാണ് ഞാൻ ചോദിക്കുന്നത്. ചരിത്രപരമായിട്ട് തന്നെ അതിന് തെറ്റിദ്ധരുത്തുന്നതിനൊരു ഉദാഹരണമുണ്ട്. എനിക്കതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണോ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണോ എന്നറിയില്ല. ഒരു സഹാബിയുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു മരം കാണുകയും ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയോ നിസ്കരിക്കുകയോ ചെയ്യുന്നപ്പോൾ കൂടെ പോയ ഖലീഫ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഈ മരത്തണലിൽ ഇരുന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ എന്തോ പറയുമ്പോൾ, നിങ്ങൾ പ്രവാചകന്റെ ഇസ്ലാമിനെയാണോ പിൻപറ്റുന്നതെന്ന് ചോദിച്ച് ആ തെറ്റ് തിരുത്തി കൊടുത്തൊരു ചരിത്രമുണ്ട്. അപ്പോൾ അതുപോലെ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ, പ്രവാചകന്റെ സുന്നത്തുകളെ വളച്ചൊടിക്കുമ്പോൾ അത് പ്രവാചകന്റെ സുന്നത്തല്ല, അത് ഇസ്ലാമിൻ്റെ ആശയമല്ല, ആദർശമല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വവും കൂടി നിങ്ങൾക്കില്ലേ ഉസ്താദുമാരെ എന്നാണ് ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കുന്നത്. നിങ്ങൾ ആ തെറ്റ് തിരുത്തി ആരെങ്കിലും അത് ചിന്തിച്ച് അവർ നല്ല നേരായ രീതിയിലേക്ക് കടന്നു വന്നാൽ അതിൻ്റെ ഇത് നിങ്ങൾക്ക് തന്നെയല്ലേ? അപ്പോൾ അത് നിങ്ങൾ തിരുത്തേണ്ടതല്ലേ? ഇസ്ലാമികപരമായ അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കടലാണെങ്കിൽ ആ കടലിലെ, ആ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളമാകാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തുമെന്നോ നിങ്ങളിത് കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. അഥവാ എത്തിപ്പെട്ടാൽ നിങ്ങളുടെ നമ്പർ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാനത് അയക്കും. സമയമുണ്ടെങ്കിൽ നിങ്ങളിത് കാണണം, നിങ്ങളിതിന് മറുപടി കൊടുക്കണം. കാരണം സമുദായത്തെ വഞ്ചിക്കുക തന്നെയാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വളച്ചൊടിക്കുകയാണ്.
ഇത് ഞാൻ പറയാതെ തന്നെ പറയേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ മതപ്രഭാഷണ വേദികളിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് മനുഷ്യരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ഇതുപോലെയുള്ള കപടതകൾ തുറന്നു, കാരണം പല കാര്യങ്ങളിലും നിങ്ങൾ വിമർശനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിലും നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥികത എന്താണെന്ന് വിളിച്ചു പറയേണ്ടതുണ്ട്. വിശ്വാസികളെ, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വളച്ചൊടിച്ച് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ലീഗിൻ്റെ നേതാക്കളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ ആശയങ്ങളെ തെറ്റിദ്ധരിക്കുന്ന അന്യമതത്തിലുള്ള സഹോദരങ്ങളുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകളെയും കൂടെ മാറ്റേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. കാരണം IMO വീഡിയോയിലൂടെ പാണക്കാട് കാണിച്ചത് എന്താണെന്ന് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഞാനൊരു സാധാരണ വ്യക്തിയാണ്. ഞാൻ കള്ള് കുടിച്ചാലോ വ്യഭിചരിച്ചാലോ ഹറാമുകൾ ചെയ്താലോ ഞാൻ പടച്ചറബിനോട് മാത്രം ഞാൻ ഉത്തരം പറഞ്ഞാൽ മതി, മറ്റാരോടും ഞാൻ ഉത്തരം പറയണ്ട. നേരെ മറിച്ച് ഞാൻ ഇസ്ലാം മതത്തിൻ്റെ ഒരു വക്താവായിട്ട്, ഒരു പള്ളിയിലെ ഉസ്താദായിട്ടോ, ഒരു ജമാഅത്ത് പ്രസിഡൻ്റായിട്ടോ, ജമാഅത്തിൻ്റെ അംഗമായിട്ടോ, അല്ലെങ്കിൽ ഒരു ഹത്തീവായിട്ടോ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മതപ്രഭാഷകനുമായിട്ട് ഞാൻ ജോലി നോക്കുകയാണെങ്കിൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ആ സമൂഹത്തിനോടും ഒരു പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥികത തുറന്നു പറയണം. ഇസ്ലാം മത വിശ്വാസികൾക്ക് അത് ഉപയോഗപ്പെടും. കേരളത്തിലെ പൊതുസമൂഹത്തിനോടുള്ള തെറ്റിദ്ധാരണകൾ മാറും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഇലക്ഷനാണ്. കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഇന്നും മലപ്പുറത്തിൻ്റെയും കണ്ണൂരിൻ്റെയും വയനാടിൻ്റെയും കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ പല ഭാഗത്തുമുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി അവരെ നേർവഴിക്ക് നടത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.